എയർപോർട്ടിന്റെ പണി 3 മാസം കൊണ്ട് തുടങ്ങും. അപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. കിഡിലം വ്യൂ എന്ന് വെച്ചാൽ കിഡിലം വ്യൂ. സ്വാമി ശരണം. അപ്പോൾ നമ്മൾ 2-ാം തീയതി ഡിസംബറിൽ നമ്മൾ യാത്ര തിരിച്ചാണ് സന്നിധാനത്തേക്ക്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ആയപ്പോൾ എരുമേലിയിൽ എത്തി. അപ്പം ഞങ്ങൾ 3 ഡിസംബറായി. നമ്മൾ പോകാനിരുന്ന പ്ലാനെല്ലാം മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകാനിരുന്നത് എരുമേലി, കാലുകെട്ടി, പമ്പ ആ റൂട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കളക്ടറിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കോടതി ഇതല്ലേ വന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം മഴയുടെ ഇത് കാരണം അതുവഴി ആരെയും വിടുന്നില്ല. നമ്മൾ നടന്ന് തന്നെ അങ്ങനെ പോകാനുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നടക്കത്തില്ല. ഇനി നാളെ പമ്പ വഴി പോകാന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നിപ്പം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ നല്ല 2 സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഈ 3 മാസത്തിനുള്ളിൽ പണി തുടങ്ങും. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പണി 3 മാസം കൊണ്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കെട്ടി 3000 ഏക്കറിലാണ് ഇതെല്ലാം. ഒരു എസ്റ്റേറ്റ് അല്ലേ, ഒരു എസ്റ്റേറ്റ്. അപ്പം ഒരു 3 മാസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം അടച്ച് ഇടും. പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ ഇതൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടവും ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. കിഡിലം വ്യൂ എന്ന് വെച്ചാൽ കിഡിലം വ്യൂ. നമ്മൾ എത്താറായത് കടച്ചക്കയുടെ തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടാണ് ഇപ്പം ഈ കാണുന്ന സ്ഥലമില്ലേ, ഇവിടെയൊക്കെ ആയിട്ടാണ് എയർപോർട്ട് വരാൻ. ഇതിൻ്റെ താഴെയാണ് വാട്ടർഫോൾ വരുന്നത്. ഇവിടെയാണ് എയർപോർട്ട് വരാൻ പോകുന്നത്. നൈസ് ക്ലൈമറ്റും അല്ലേ. ശരിക്കും പറഞ്ഞാൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മറ്റേ വഴിയിൽ കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടുന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അവിടെ താഴെ കാണുമവര്. അതാണ് വെള്ളച്ചാട്ടം. അതാണ് നമുക്കിനി ഇവിടെ വണ്ടി ഇട്ടിട്ട് താഴത്തോട്ട് വേണം പോകാൻ. അവിടെ ഒരു അമ്പലവും ഉണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അവിടെ ക്യാമറ ഒന്നും അലൗഡല്ല. നമുക്കപ്പോൾ ഇവിടുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിവിടെ കാണിച്ചിട്ട് ഇവിടം വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇനി നമുക്ക് താഴത്തോട്ടാണ് പോകേണ്ടത്. ഇതാണ് പിന്നെ അതിൻ്റെ അകത്തോട്ടുള്ള സ്ഥലം. ഇതാണ്. പിന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. കണ്ടിട്ട് ഇപ്പൊ എങ്ങനെ ഇറങ്ങാതിരിക്കുന്നത്? എന്തായാലും ഞാനും ജസ്റ്റ് ഒന്ന് പോയി ഇറങ്ങിയിട്ട് വരാം. അപ്പൊ കാണാം.